ലാലിച്ച, നീ അവളോട് കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറണം കേട്ടോ. അതിന്റെ ഒരു സങ്കടം അവക്കുണ്ട്. അപ്പോ അപ്പച്ചൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണ്ടേ? അതിനല്ലേ വന്നത് അല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ സംഗതിയുടെ കിടപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ടേ അതിന്റെ ന്യായം എന്താണെന്ന് വെച്ചാ അത് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പച്ചനെ ഉടനെ തിരിച്ചു പോകണ്ടേ? ഉച്ച കഴിയുമ്പോ പുനലൂർ എന്തോ പരിപാടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. എന്നാ പിന്നെ ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചു. എനിക്ക് നാളെ പോയാലും മതിയെന്നേ. എന്നാവാ നമുക്ക് ആ ഫിലിപ്പീൻസ് ഓരോന്നടിക്കാം. ഇല്ല, ഞാനില്ല. അത് ഞാനേ അലീന കൊച്ചിന്റെ അടുക്ക വർത്താനം പറഞ്ഞ് തീർന്നില്ലായിരുന്നു. ഞാൻ അവളുടെ അടുത്തോട്ട് ചെല്ലട്ടെ. അപ്പച്ചാ, അവളുടെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ഓർക്കാപ്പുറത്ത് അവൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചില മർമ്മങ്ങളിലൊക്കെ ഒരു പിടുത്തം പിടിക്കും. അപ്പച്ചൻ ചിലപ്പോ ഉത്തരം കിട്ടാതെ വിഷമിക്കും. പെൺകുട്ടികളായ അങ്ങനെ വേണം ലാലിച്ച. ഞാനൊരു സത്യം പറയട്ടെ? പറ. അപ്പച്ചനെ ഇവിടുന്ന് നാളെയും പോവില്ല, മറ്റന്നാളും പോവില്ല. ചിലപ്പോ പോയില്ലാന്നും ഇരിക്കും. അതിനിപ്പോ എന്താ? ഒന്നുമില്ല, മനസ്സിൽ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ലാലിച്ച, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ നിന്റെ കുടി കുറയ്ക്കണം. ഒരു പെങ്കൊച്ചി വീട്ടിലുണ്ടെന്നുള്ള ഓർമ്മ വേണം. അവക്കിഷ്ടമല്ല നീ കുടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവക്കിഷ്ടമല്ല നീ കുടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ വേറൊരു സ്റ്റാലിൽ ജനിക്കണം. നമുക്ക് കാണാം. അവള് ചിന്നമ്മയാണെങ്കിൽ നിന്നെ വരച്ച വരെ നിർത്തും. നോക്കിക്കും. കാണാം കാണാം. അത് നടക്കണേ. ഇത് ഓക്കെ ആണല്ലോ ചേച്ചി. ഈ ഉള്ളി കേടാ, കളയാണേ ഞാൻ. കള. രോഹിയേട്ടാ, ഇതിന്റെ ഉപ്പ് നോക്കിയേ. മതി, സ്റ്റൗ അണച്ചോ. ചേച്ചി, ഇതിന്റെ ഉപ്പ് നോക്കിയേ. ഉപ്പിത്തിരി കൂടുതലാണോ എന്നൊരു സംശയം. അതൊന്നും സാരമില്ലടി. ഇതിന്റെ ഉപ്പ് നോക്കട്ടെ? അയ്യടാ, വേണ്ട, അതിന്റെ ആവശ്യമില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. എന്നെ തല്ലാൻ വരുവാ. ഞാൻ കണ്ടു. ഇവിടെ എന്നതാണ് നടക്കുന്നേ? എനിക്ക് നാണല്ലേ? നാണക്കേടിന് ഇവിടെ എന്നാ സംഭവിച്ചമ്മേ? 3 കൊരങ്ങുകള് അടുക്കള കേറിയ പോലുണ്ട്. നീയൊക്കെ എന്നാ ചെയ്യുന്നേ? ഫുഡ് ഉണ്ടാക്കുക. ആര് പറഞ്ഞു നിങ്ങളോട് ഫുഡ് ഉണ്ടാക്കാൻ? ആരും പറഞ്ഞില്ല. ഫുഡ് ഉണ്ടാക്കാൻ ആരെങ്കിലും പറയണോ? വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെ സെർവന്റ് ഒന്നുമില്ല. നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇന്നലെ വരെ അവളുണ്ടായിരുന്നല്ലോ. അമ്മേ, ഞങ്ങൾ അലിന ചേച്ചിയുടെ ഒപ്പം പറ്റിക്കൂടി നിന്ന് പലതും പഠിച്ചു. അറിയാത്തത് അലിന ചേച്ചി പറഞ്ഞു തന്നു. അലീന ചേച്ചി ഒഴിഞ്ഞു പോയല്ലോ ബാധ. ഇഷ്ടപ്പെട്ടില്ല ചേച്ചിയുടെ കാര്യം പറഞ്ഞത്. അനങ്ങാതിക്കവിടെ. ഓക്കെ എന്നാ കിട്ടോ, സൂക്ഷിച്ചു. ആയിക്കോട്ടെ. ഇതാണോടാ നിന്റെ 2 ദിവസം?
നീ പോയിട്ട് എത്ര ദിവസമായെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? ഇതാണോടാ നിന്റെ 2 ദിവസം? നീ പോയിട്ട് എത്ര ദിവസമായെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? ഇവൻ പോയിട്ട് എത്ര ദിവസമായി? 5 ദിവസം. ഡാ, വാക്ക് പാലിക്കാത്തവനെ വെച്ചോണ്ടിരിക്കരുത്, പറഞ്ഞ് അയച്ചേക്കണം. അയ്യോ കുട്ടിയെ അങ്ങനെ പറയരുത്. പാവപ്പെട്ടവന്റെ ദുരിതവും വിഷമവും കാണാനൊന്നും ആർക്കും കണ്ണില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചിന് പനി, വൈഫിനാണെ നടുവേദനയും കാലുകടച്ചിലും. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. ഡാ, ആ വിവരം വിളിച്ചു പറയണ്ട ഇവിടെ ആരോടെങ്കിലും. അയ്യോ ഞാനത് ആന്റപ്പൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. കേണൽ സാബിനെ എങ്ങോട്ടെങ്കിലും ദൂരയാത്ര പോണെങ്കിൽ നീ തന്നെ വേണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ബൈജുവിനെ കൊണ്ട് പോകാൻ സാബിന് ഇപ്പോഴും പേടിയാ. അവന്റെ കൈ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. എങ്ങനെ തെളിയാനാ? ഇവനല്ലേ ആശാൻ. നീ പോയ ശേഷം ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്ത് സംഭവം? നീ കയറി വാ, പറയാം. ലാലിച്ചനകത്തുണ്ട്. അവനെ മുഖം കാണിച്ചിട്ട് നീ ജോലിക്ക് കയറിയാ മതി. വാ. നീ ഇന്നാന്നോ വരുന്നേ? അത് പിന്നെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓലച്ചായ. ഈ കല്യാണം, കുടുംബം, കുട്ടികൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാ ഭേദം. എന്തെല്ലാം നൂലാമാലകളെന്ന് അറിയാവോ? എവിടെ എന്നാ പറ്റിയടാ? ഓ ഒന്നും പറയണ്ട, ഇനി പറ്റാനൊന്നും ഇല്ല. നീ പോയ ശേഷം ഇവിടെ കുറെ സംഭവങ്ങൾ നടന്നു. എന്നതാ ഓലോച്ച? കേണൽ സാറിന്റെ മോളാന്ന് പറഞ്ഞ് ഒരു പെണ്ണി വീട്ടിൽ കയറി താമസം തുടങ്ങി. അതെങ്ങനെയാ? നമ്മളറിയാത്ത ഒരാൾ എങ്ങനെ വന്നു? എനിക്ക് അറിഞ്ഞൂടായി. കേണൽ സാറിന്റെ 3 മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. തട്ടിപ്പുകാരി വല്ലതും ആണോ പോലോച്ച? അതിന്റെ സകല ലക്ഷണങ്ങളും ഉണ്ട്. കുട്ടിച്ചാൻ എന്നെ പറഞ്ഞു, പുള്ളിക്കാരൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓ എന്നിട്ടാ പെണ്ണെവിടെ? ഗസ്റ്റ് റൂമില് രാജകുമാരിയെ പോലെ വാഴിച്ചിരിക്കുക. എന്താ അവളുടെ പേര്? അലീന. ഓ നല്ല പേരാണല്ലോ. ആന്റപ്പൻ ചേട്ടനും പറഞ്ഞില്ല, കുട്ടിച്ചാനും പറഞ്ഞില്ല ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അല്ല ബൈജു എന്തിയെ? അവനെ രാവിലെ തോട്ടത്തിലേക്ക് വിട്ട്. നീ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല. എന്നാ നീ വല്ലതും കഴിച്ചിട്ട് ഡ്യൂട്ടിയിലോട്ട് കയറും. നല്ലൊരു കാപ്പി ഇട്ടതാ. ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോരാ. എനിക്ക് തിങ്കളാഴ്ച മുതൽ ബാങ്കിൽ പോണം. അതിന് ഞാൻ തോന്നും പറയേണ്ട മര്യാദ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. നിനക്കോ മര്യാദയോ? അതിന്റെ അർത്ഥം അഹങ്കാരം എന്നാണെങ്കിൽ നിനക്കത് വേണ്ടോളം ഉണ്ട്. വിനയം, വിവേകം, ഔചിത്യം ഇത് 3 ചേർന്നതാണ് മര്യാദയെങ്കിൽ അത് കിട്ടാനും പ്രകടിപ്പിക്കാനും ഈ ജന്മം നിനക്ക് പറ്റത്തില്ല. എന്നെ മര്യാദയുടെ അർത്ഥമൊന്നും ആരും പഠിപ്പിക്കണ്ട. ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവളാ ഞാൻ. പഠിക്കേണ്ട കാലത്ത് ഒളിച്ചോടി നാട് നീളെ നടന്ന് തെണ്ടിയത് ഞാനല്ല. ഓ നിന്റെ മര്യാദ കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് കാണുന്നവനാണല്ലോ ഞാൻ. തർക്കിക്കാൻ താല്പര്യമില്ല. ഓ എന്നെ പറ്റി താല്പര്യമൊക്കെ പോയോ? മടുത്തിട്ടോ പറയുന്നത്? മടുക്കും, പോരാന്ന് തോന്നും. അത് എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ടാ. എന്നെ എക്സ്പീരിയൻസ് അതും എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഞാൻ നിർത്തി. എനിക്ക് ഓഫീസിൽ പോകാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരണം. എന്റെ കാറ് ടോട്ടൽ ഡാമേജ് ആയതുകൊണ്ട് റിപ്പയർ ചെയ്ത് കിട്ടാൻ ഇനിയും മാസങ്ങൾ എടുക്കും. ഞാനൊരു ടൂറിസ്റ്റ് ബസ് വിളിച്ചു തരാം. അതെയോ? കളിയാക്കുവാണോ? അയ്യോ അല്ല, പുകഴ്ത്തിയതാ. അയ്യോ ഭയങ്കര റെസ്പെക്ട് അല്ലേ എനിക്ക്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ചെറിയൊരു പ്രീമിയം കാർ വാങ്ങണമെന്നുണ്ട്. മറ്റേ കാറിന്റെ ഫിനാൻസ് അടച്ചു തീരാത്തോണ്ട് ലോൺ കിട്ടാൻ എളുപ്പമല്ല. നിനക്ക് ബാങ്കില്ലേ സ്വന്തമായിട്ട് ഒരെണ്ണം? പെട്ടിയിലോട്ട് കൈയിട്ട് വാരി ഇഷ്ടം പോലെ എടുക്കാമല്ലോ. എനിക്ക് വേണ്ടി ജാമ്യം നിന്നാ മതി. ക്യാഷ് എല്ലാം ഞാൻ റീഫണ്ട് ചെയ്തോളാം. നിന്റെ ആങ്ങളമാരോട് ചെന്ന് ചോദിക്ക്. സംരക്ഷകന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിനക്ക്. സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. മനസ്സില്ല. എനിക്കൊരു ജോലിക്കാരി വേണം അലീനയ്ക്ക് പകരം. അലീനയ്ക്ക് പകരം നിനക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല. ഈ കുഞ്ഞുമോളെയോ ലീലയോ
അല്ലയോ ജാനുവിനെയൊക്കെ അന്വേഷിക്ക്, ഇഷ്ടം പോലെ കിട്ടും. ഓ, അലീന ഇവിടുത്തെ വനിതാരത്നമായിരുന്നല്ലോ, എനിക്ക് മനസ്സിലായി. ഇവിടെ ജോലിക്ക് ഒരാളുടെ ആവശ്യമില്ല. എന്റെ മക്കൾക്കെല്ലാം ജോലി അറിയാം. പിന്നെ നിനക്ക് വേണമെങ്കിൽ വെച്ചോ, എന്നിട്ട് ശമ്പളവും കൊടുത്തോ. നീ ആ പെണ്ണിനെ കണ്ടോ വിനോദ? ഓ ഇല്ലെന്നേ, അത് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ. എപ്പോഴും ഈ റൂമിൽ തന്നെയാണോ? ഇടയ്ക്കിടയ്ക്ക് പട്ടികളുമായിട്ട് ഇറങ്ങി വരുമായിരുന്നല്ലോ. പട്ടിയെ പേടിയില്ല അവക്ക്. പട്ടികൾക്ക് അവളെയാ പേടി. അവള് പറയുന്ന പോലെ അനുസരിക്കും. അതെങ്ങനെയാ? ഇത്രയും നാളായിട്ട് എന്നോട് പോലും ഒരു പട്ടി ഇണങ്ങിയിട്ടില്ലല്ലോ. അവള് പട്ടികൾക്കെല്ലാം വല്ല മയക്കുമരുന്നും കൊടുത്തോ? മയക്കുമരുന്നാണോ വശീകരണ മന്ത്രമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവളുടെ സിഗ്നൽ പട്ടികൾക്ക് മനസ്സിലാകും, പട്ടികളുടേത് അവൾക്ക് മനസ്സിലാകും. അപ്പൊ കേണൽ സാറിന്റെ മോളാണെന്ന് പറയുന്നത് ചുമ്മാതെയല്ല, ശരിയായിരിക്കുമല്ലേ? കുട്ടിച്ചായം വന്നിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാ ഓടിപ്പിടിച്ചു വന്നത്. ആനപ്പഞ്ചേട്ടാ, എന്നാടാ? ആ പെണ്ണിനെ ഞാനിതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് വിളിച്ചോണ്ട് വരൂ, ചുമ്മാ പരിചയപ്പെടാമല്ലോ. കേണൽ സാബ് എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോ ചിലപ്പോ കൊണ്ടുപോയേക്കും. നീയല്ലേ മെയിൻ ഡ്രൈവർ, അപ്പൊ ശരിക്കും കാണാം. എന്തോന്നാടാ അവിടെ ഒരു ഗൂഢാലോചന? അല്ല, ഞങ്ങൾ പറയുമായിരുന്നേ, കുട്ടിച്ചായം പരക്കം പാഞ്ഞു വന്നതേ ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിക്കാനായിരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ഇതേ നമ്മളാരും ഉദ്ദേശിച്ച പോലെ അല്ല. നീയൊക്കെ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല. ഒറിജിനൽ തന്തയുടെ ഒറിജിനൽ മോളാ. എന്നാ മോളാണെങ്കിലും ഇങ്ങനെ പബ്ലിക്കായി കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ശരിയാണോ കുട്ടിച്ചായ? മകളാണെന്ന് പറഞ്ഞാലും കേണൽ സാറിന് ദുഷ്പേരല്ലേ? അങ്ങനെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന കേസ് അല്ലടാ പോലോ. ഉപേക്ഷിക്കാൻ ആര് പറഞ്ഞു? ഇവിടുന്ന് മാറ്റി വേറെ എവിടെങ്കിലും താമസിപ്പിച്ചാ പോലെ. കേണൽ സാറ് വിചാരിച്ച എവിടെ വേണമെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കുക, സ്വന്തമായിട്ട് വീട് മേടിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ പോലോ നിന്റെ മോടെ കാര്യം നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. നിന്റെ മുതലാളിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട, കേട്ടല്ലോ? ആ, അതിന് ഞങ്ങൾ ഇവിടെ വേറെ ആണുങ്ങളുണ്ട്. എനിക്കിപ്പോ എന്നാ കോപ്പ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നീ എങ്ങനെ അഭിപ്രായം ഉണ്ടാക്കണ്ട, മനസ്സിലായോ? അലീനയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് പെരുമാറിക്കോണം അവളോട്. ഇല്ലെങ്കിൽ നീ ഒന്നും അധിക നാൾ ഇവിടെ ജോലി ചെയ്യേണ്ടി വരത്തില്ല, മനസ്സിൽ വെച്ചോ. ഇവർക്കൊക്കെ എന്നാ പറ്റി ആനപ്പഞ്ചേട്ടാ? സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നുപോയി എന്ന് പറഞ്ഞ മാതിരി. ആ പെണ്ണിനെ കണ്ടതോടെ തലയ്ക്ക് വെളിവില്ലാതായോ അപ്പനും മകനും? എടാ ആനപ്പ, ചുമ്മാതല്ല അവര് ചെവി പൊട്ടുന്ന പോലെ ഇവന്മാരെയൊക്കെ കിടന്ന് വിളിക്കുന്നത്. വിളിച്ച വിളിപ്പുറത്തൊരൊറ്റ ഒരെണ്ണം ഇല്ലല്ലോ. ആഹാ, തെക്കോട്ട് നോക്കി വിളിച്ചാ വടക്കുന്നാണല്ലോ വരുന്നത്. കുട്ടിച്ചായം വിളിച്ചായിരുന്നോ? നീയൊക്കെ എവിടെ പോയി കിടക്ക്? ഒരത്യാവശ്യത്തിന് നോക്കി ഇവിടെയെങ്ങും ഇല്ലല്ലോ. ഞാൻ ബൈജുവിനെ കൊണ്ട് ആ വണ്ടി ഒന്ന് തുടപ്പിക്കായിരുന്നു. അതേതായാലും നന്നായി. നീയേ അവളെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. ഞാൻ റൂമിൽ നോക്കിയപ്പോ കണ്ടില്ല. നിങ്ങളുടെയൊക്കെ പുറകെ നടക്കാൻ പറ്റുന്ന പ്രായമാണോ എന്റെ? റൂമിലില്ലേ ഒന്നുകിൽ അടുക്കള, അല്ലെങ്കിൽ നമ്മുടെ നായ്ക്കളുടെ കൂടെ. അതൊട്ടും അടങ്ങിയിരിക്കാനെന്നെ. അങ്ങനെയുള്ള പിള്ളേരല്ലേ നല്ലത്. ഇപ്പൊ ഉള്ള നിങ്ങളെല്ലാം മൊബൈലിലോട്ടും നോക്കി തല കൊമ്പിട്ട് കൂരിക്കൂടി ഇരിപ്പല്ലേ. കർത്താവിന്റെ മുമ്പിൽ ഇത്രയും കുരിച്ചിരുന്നെങ്കിൽ ദൈവകൃപയെങ്കിലും ഉണ്ടായേനെ. ഓ, അതൊക്കെ കണക്കാന്നേ. നീ നിന്ന് കണകുണ പറയാതെ ആ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വന്നേ. ഓ, ഈ കുട്ടിച്ചായനെ കൊണ്ട് വലിയ മേടായില്ല. വന്നൊരു കാര്യം പറഞ്ഞ അപ്പൊ തന്നെ ചെയ്യൂല, ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരി.
അറിയില്ലായിരുന്നടി കൊച്ചേ. ഞാൻ നിന്നെ നോക്കി റൂമിൽ ചെന്നപ്പോ റൂം മലക്കെ തുറന്നു കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ നായ്ക്കടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആന്റപ്പാ, നിന്നോടല്ലല്ലോ ചോദിച്ചേ. നീ പോയി നിന്റെ പണി നോക്കിക്കേ. ഞങ്ങളെ വല്യപ്പച്ചനും മോളും സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്നതാ കാര്യം? ആ വസ്റ്റ് അവിടെ പണിയെടുത്തോണ്ടിരുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ടെ കൊള്ളാലോ. അല്ലേലും പാലം കിടക്കോളം നാരായണം. എന്നാലേ നാരായണന്റെ പണിക്ക് പൊക്കൂ. ഓ ശരിയേ. ആ മോളെ, നീ വേഗം പോയി റെഡിയായിട്ട് വന്നേ. എവിടെ പോവാനാ? നമുക്ക് തോട്ടം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ പോയിട്ടുണ്ടോ മോള്? ഇല്ല, പപ്പ പറഞ്ഞായിരുന്നു പോകുന്ന കാര്യം. എപ്പോഴാന്ന് ഉറപ്പിച്ചു പറഞ്ഞില്ല. അതാ പറഞ്ഞത് പോകാമെന്ന്. അതേ, അവന്റെ കയ്യിൽ എന്നൊക്കെ ഉണ്ടെന്നും എവിടെയൊക്കെ ആണെന്നും അതിന്റെയൊക്കെ പ്രവർത്തനം എന്തൊക്കെയാണെന്നും നമുക്കറിയാവോ? അതെന്തിനാ അറിയുന്നേ? ആ, അതൊക്കെ നിനക്കും കൂടി ഉള്ളതല്ലേ. ഇനി ലാലിച്ചന്റെ മോക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്ന് അവന്റെ മനസ്സിലുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇതൊന്നും ഉണ്ടെന്നറിഞ്ഞോ ആഗ്രഹിച്ചോ വന്നതല്ലല്ലോ വല്യപ്പച്ച. ഞാൻ ഇപ്പൊ കിട്ടുന്ന തന്നെ ധാരാളം. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നീ വേഗം പോ, റെഡി ആയിട്ട് വാ. നമുക്ക് പോയിട്ട് വരാന്ന്. ആ, ഞാൻ റെഡിയാ. ആന്റപ്പാ, എടാ ആന്റപ്പാ, ഇവന്മാരെ ഇങ്ങനെ വിളിച്ചാലേ വരത്തുള്ളൂ. എടാ ആന്റപ്പാ. ആ എന്നാ ചായ വിളിച്ചേ? നീ ഇങ്ങ് വന്നേ. എന്താ? നീ പോയി ലാലിച്ചനോട് പറയണം ഞങ്ങൾ ഇവിടെ റെഡിയാണെന്ന്, തോട്ടത്തിൽ പോകാൻ. ആ പറയാം. എന്നാ പോയി പറഞ്ഞിട്ട് വാ. വാ മോളെ. ഇതിപ്പോ കടുവായെ പിടിക്കാൻ കിടുവായെ കൊണ്ടുവന്നിട്ട് കടുവായും കിടുവായും ഒന്നിച്ചായല്ലോ. എല്ലാം ശരിയാണോടാ? ഓയിൽ ലെവൽ ഓക്കെ, കൂളന്റ് ഓക്കെ, ബ്രേക്ക് ഫ്ലൂയിഡും ഓക്കെ. ഒന്ന് പിടിച്ചേ. ഇതോടെ പിടിച്ചേ. ആ പെണ്ണി ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ കാണാം. തോട്ടത്തിലേക്ക് പോകാനല്ലേ വരുന്നേ. ആന്റപ്പൻ ചേട്ടന്റെ നോട്ടത്തിൽ അത് ശരിക്കും കേണൽ സാറിന്റെ മോള് തന്നെയാണെന്ന് തോന്നിയോ? അതിന്റെ ലക്ഷണമൊക്കെ നല്ലതാ. നല്ലപോലെ വെളുത്ത് കാണാനൊക്കെ നല്ല ഭംഗിയാ. ആന്റപ്പാ, ഈ സാബ് റെഡിയാണോ എല്ലാം? ഞാൻ കൂടെ വരട്ടെ സാർ? ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ. ഇന്ന് നിന്റെ ആവശ്യം വരില്ല. വരുന്നുണ്ട്. എന്നാ ഞങ്ങള് കയറട്ടെ. അപ്പച്ചൻ ബാക്കിലോട്ട് ഇരുന്നു. അലീനയ്ക്ക് കാഴ്ചകളൊക്കെ കാണണ്ടേ? അതേട്ടല്ലേ എസ്റ്റേറ്റിലോട്ട് പോകുന്നത്? സാരമില്ല, ഞാൻ പുറകിലിരുന്നോളാം. നീ ഫ്രണ്ടിലിരുന്നാ മതി മോളെ. ഫ്രണ്ടിലിരിക്കേണ്ടവളാ നീ. ഞാനൊക്കെ കൊറേ ഇരുന്നതല്ലേ. വല്യപ്പച്ചൻ മുമ്പിലോട്ടിരുന്നോ? ഇരുന്നോന്നേ. അലീന, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? കേട്ടു. അനുസരിക്കാൻ എന്താ ഒരു മടി?